അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് നോക്കിയാൽ നമ്മൾ ഇന്ന് 10 ഉസ്താമാർക്ക് ഫുഡ് കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞിരുന്നു അല്ലേ. ഇന്ന് നമ്മളെ മദ്രസിലെ റേഞ്ചാണ് കേട്ടോ. ഇത് ചൊവ്വാഴ്ചത്തെ വീഡിയോ ആണ്. വീഡിയോ 2 ദിവസം വിടാത്തതുകൊണ്ട് കുറച്ച് ലേറ്റായി പോയി കേട്ടോ. അങ്ങനെ ഇന്നലെ വൈകുന്നേരം നമ്മൾ അപ്പത്തിന് ആട്ടി വെച്ചിരുന്നു കേട്ടോ. അപ്പോൾ രാവിലെ എണീറ്റ് ഞാൻ നോക്കിയപ്പം അതൊക്കെ നല്ല ഉഷാറായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ചായക്കൊക്കെ വെള്ളം വെച്ചു. പിന്നെ പത്തിരിക്കുള്ള പൊടി കുഴക്കാമെന്ന് വിചാരിച്ചിട്ട് അതിനുള്ള വെള്ളം കൂടി വെച്ചു കേട്ടോ. അങ്ങനെ വെള്ളം തിളച്ച് വന്നപ്പോൾ ഞാൻ അതിലേക്ക് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ പത്തിരിപ്പൊടിയും കൂടി ഇട്ടിട്ട് നല്ലോണം വാട്ടിയെടുക്കുന്നുണ്ട് കേട്ടോ. എനിക്ക് എളുപ്പം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കടിയെന്ന് ചോദിച്ചാൽ പത്തിരിയൊക്കെ പെട്ടെന്ന് തന്നെയാണ് കേട്ടോ. വാട്ടി കിട്ടിയാൽ പെട്ടെന്നാകും. പിന്നെ ഒരാളും കൂടെ ഉണ്ടെങ്കിൽ പെട്ടെന്നാകുമല്ലോ. അപ്പം ഞാൻ എപ്പോഴും ഇഷ്ടത്തോടെ ഉണ്ടാക്കുന്ന ഒരു സാധനം തന്നെയാണ് കേട്ടോ പത്തിരി. അങ്ങനെ പത്തിരിക്കുള്ള പൊടി ഒക്കെ വാട്ടി കുഴച്ച് ഉരുളകളാക്കി വെച്ചിട്ടുണ്ട്. വാട്ടി കുഴക്കാൻ എൻ്റെ ഇളയിച്ച് കുറച്ച് ബാക്കിക്കാണ് കേട്ടോ. അതുകൊണ്ട് ഞാൻ തന്നെ വാട്ടി കുഴച്ച് ഉരുളകളാക്കിയിട്ട് അവൾക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി അവൾ പരത്തി തന്നാൽ ഞാൻ ചുടാലോ. അപ്പോൾ അവൾ പരത്തി തരാമെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ പ്രസ്സിൽ വെച്ചിട്ട് ഇങ്ങനെ വട്ട് പിടിച്ചിട്ടാണ് പിന്നെ പരത്തുന്നത്. അപ്പോൾ അവൾ ഒരു ഭാഗത്ത് പരത്തുമ്പോഴേക്ക് ഞാനൊരു ഭാഗത്ത് ചുട്ടെടുക്കുന്നുണ്ട് കേട്ടോ. പത്തിരി ഒരു ചട്ടിയിൽ ചുടുമ്പോൾ ഒരു ചട്ടിയിൽ അപ്പം കൂടിയായിട്ട് ചുട്ടെടുക്കുന്നുണ്ട് കേട്ടോ. നേരത്തെ ഒന്നും കടി കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. 10 മണിക്കാണ് നമ്മൾ ഫുഡ് കൊടുക്കുന്നത്. അവിടെ തന്നെ കറി ഉണ്ടാക്കും, ചായ ഉണ്ടാക്കും. ഫുഡ് മാത്രം നമ്മൾ എത്ര വീട്ടിൽ നിന്നാണ് കൊടുക്കുന്നത് അവരൊരു 10 മണിയാകുമ്പോഴേക്ക് അങ്ങോട്ട് എത്തിച്ചാൽ മതി കേട്ടോ. അപ്പോൾ അവളങ്ങനെ പത്തിരി ഉഷാറായിട്ട് പരത്തുന്നുണ്ട്. പൊടി വാട്ടാനുള്ളൂ കേട്ടോ അവൾ ബാക്കിക്ക്. പത്തിരി പരത്താൻ എന്നെങ്കാട്ടും ഉഷാറ് അവളാണ്. ഞാൻ പിന്നെ പത്തിരി പരത്തിയാലും ചപ്പാത്തി പരത്തിയാലൊക്കെ അധികം ഇന്ത്യൻ്റെ ഭൂപടമായിട്ടാണ് കേട്ടോ വരിക. ഫസ്റ്റൊക്കെ പരത്തുമ്പം ഭൂപടമായിട്ട് വരും. പിന്നെ അവസാനത്തേക്ക് ഇങ്ങനെ റൗണ്ടായിട്ട് വരും കേട്ടോ. അങ്ങനെ ഒരു 7-7 ആയപ്പോഴേക്ക് പത്തിരി ചുടലും അപ്പച്ചുടലും ഒക്കെ കഴിഞ്ഞിരുന്നു. അങ്ങനെ ഉസ്താദുമാർക്കുള്ള കടി കൊടുത്തയച്ചതിന് ശേഷം മക്കൾക്കും ചായയൊക്കെ കൊടുത്തു കേട്ടോ. ഉണ്ടാക്കലും കൊടുക്കലും ഒന്നുമല്ല പണി, പാത്രം കഴുകലാണ് കേട്ടോ വല്ലാത്ത പണി. പിന്നെ മക്കളും കൂടെ വീട്ടിലുണ്ടെങ്കിൽ പറയും വേണ്ടല്ലോ, സിങ്ക് നിറച്ച് പാത്രങ്ങളായിരിക്കും. അപ്പോൾ പിന്നെ ഞാൻ പാത്രങ്ങൾ എളുപ്പം തന്നെ ഓരോന്നായിട്ടുണ്ട് കേക്ക് എടുത്ത് വെക്കാൻ കേട്ടോ. ഇനി പാത്രങ്ങൾ കേക്ക് കഴിഞ്ഞിട്ട് വേണം ഉച്ചക്കുള്ള ചോറും കറിയും ഒക്കെ ആക്കാൻ. അങ്ങനെ പെട്ടെന്ന് തന്നെ പാത്രം കേക്ക് എടുത്തിട്ടുണ്ട്. എത്ര പാത്രം കഴുകി സിങ്ക് ഒഴിച്ചിട്ടാലും അപ്പോൾ ഒരു വെള്ളം കൂടിയായിട്ടും ജ്യൂസ് കൂടിയായിട്ടും വെള്ളം കലക്കലായിട്ടും എന്തെങ്കിലുമൊക്കെ ആയിട്ട് മക്കൾ ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കും കേട്ടോ. അപ്പോൾ സിങ്കിൽ എപ്പോഴും ഒരു ഗ്ലാസ്സോ ഒരു സ്പൂണോ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ബാലൻസ് ഉണ്ടാവും. അങ്ങനെ പാത്രം കഴുകലൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ ചോറ് വെക്കാനുള്ള വെള്ളം എളുപ്പം അടുപ്പത്തേക്ക് വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ കലത്തിൽ വെള്ളമൊക്കെ ആക്കിയിട്ട് അത് കരണ്ടടുപ്പുമ്പോൾ വെച്ച് കൊടുത്തിട്ടുണ്ട്. ചോറിനുള്ള വെള്ളം അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ട് അത് തിളക്കുമ്പോഴേക്ക് അകൊക്കെ ഒന്ന് അടിച്ച് വാരിയിടാമെന്ന് വിചാരിച്ചിട്ടോ. ഇന്നിപ്പോൾ ഈ നേരത്തെ തുടക്കണില്ല, ഇന്ന് വൈകുന്നേരം തുടക്കാമെന്ന് വിചാരിച്ചിട്ടോ. എല്ലാവരും പാടുണ്ടായതും കൊണ്ട് ഇപ്പോൾ തുടച്ചാൽ ആ തുടച്ചോടത്ത് കൂടെ ഇക്കാരം ഓല അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടക്കൽ. അപ്പോൾ ഇപ്പോൾ തുടക്കണില്ല എന്ന് വിചാരിച്ച് അടിച്ചോരിട്ട് കേട്ടോ. അങ്ങനെ അടിച്ചോരിട്ട് അരിയൊക്കെ ഇട്ട് ചോറ് വന്നപ്പം ഇന്നിപ്പോൾ കറി വെക്കാൻ എന്തെങ്കിലും ആക്കണമല്ലോ. അപ്പോൾ കറി വെക്കാൻ ഇന്നലെ വൈകുന്നേരം തന്നെ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടോ ഇന്ന് നമുക്ക് രാവിലെ പോയിട്ട് ചീരയൊക്കെ പറിച്ചിട്ട് വരണമെന്ന്. അപ്പോൾ പിന്നെ രാവിലെ ചായയുടെയൊക്കെ കഴിഞ്ഞ് ചോറ് ആയതിന് ശേഷമാണ് പിന്നെ ഞങ്ങൾ ചീര പറിക്കാൻ പോയത് കേട്ടോ. അങ്ങനെ ചീര പറിക്കാൻ വയലിലേക്ക് പോയി. കുട്ടികൾ, ഇളയിച്ചിയും കുട്ടികളും എൻ്റെ മക്കളും എല്ലാവരും പാടെ കൂടിയിട്ടാണ് കേട്ടോ പോയത്. ഓർക്കൊരു നടത്തമായി. അങ്ങനെ വയലിലേക്ക് പോയതിന് ശേഷം വായൻ്റെ ഇടയിൽ നിറയെ ചീര ഉണ്ട് കേട്ടോ. മണിത്തക്കാളിൻ്റെ ചീരയാണ് പറിക്കാൻ പോയത്. സാധാ ചീരയുണ്ട്, ഈ ചീരയുണ്ട്. അപ്പോൾ ഇന്ന് ഈ ചീര പറിക്കാമെന്ന് വിചാരിച്ചിട്ടോ. ഈ ചീര മുട്ടയൊക്കെ ചിക്കി ഉപ്പേരി വെച്ചാൽ നല്ല ടേസ്റ്റ് ആയിക്കാരം. അപ്പോൾ ചെറിയൊരു കയ്പ്പുണ്ടാവും കേട്ടോ. എന്നാലും ഇഷ്ടമുള്ളവർക്ക് നന്നായിട്ട് തന്നെ ഉണ്ടാവുക. അതിന് ടേസ്റ്റ് ചിലവർക്കൊക്കെ ഇഷ്ടമായിരിക്കും കേട്ടോ. ഇവിടെ മക്കളൊക്കെ അത്യാവശ്യം കഴിക്കലുണ്ട്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് വെക്കുന്നതുകൊണ്ടാണെന്നറിയില്ല അവർക്ക് ഇതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ചീരയൊക്കെ പൊട്ടിച്ചിട്ടുണ്ട്. ഇത് പിന്നെ വാഴ നനക്കുന്നതുകൊണ്ട് എപ്പോഴും ഇങ്ങനെ പൊട്ടി തളുത്തുണ്ടാവും കേട്ടോ. നമ്മൾ കള പറിക്കുമ്പോഴും ചീര വല്ലാതെ പറിച്ച് കളയലില്ല. നമുക്ക് ആവശ്യത്തിനുള്ള ചീര ഇവിടെ നിന്ന് എടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് കള കുറച്ചൊക്കെ പറിക്കുമ്പം ഇത് ഇടയ്ക്കൊക്കെ ഉള്ള ഓരോ ചെടികൾ അങ്ങനെ നിർത്തലാണ് കേട്ടോ. ഉപ്പേരിക്കിടയ്ക്കൊക്കെ പറിക്കാമല്ലോ. ഇത് താളിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ടാകും കേട്ടോ. അപ്പോൾ താളിക്കലും ഉണ്ട്. അപ്പോൾ ഇന്ന് പിന്നെ കുറച്ച് തോനെ എടുത്തിട്ട് ഉപ്പേരിയൊക്കെ വെക്കാമെന്ന് വിചാരിച്ചു. അതിൻ്റെ ഇടയിൽ കുറച്ച് പൊന്നാങ്കണ്ണി ചീരയും കൂടി കണ്ടിട്ടോ. ഇപ്പോൾ ആദ്യമൊക്കെ വയലിൽ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. ഇപ്പോൾ അവിടെ ഇവിടെയൊക്കെ ഓരോന്നുള്ളൂ കേട്ടോ. എന്നാലും ഒരു പിടി കിട്ടി. അതും ഒരു ഉപ്പേരി വെക്കാമെന്ന് വിചാരിച്ചിട്ടോ. തേങ്ങ ഇട്ട് ഉപ്പേരി വെക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. അതേപോലെ തന്നെ മണിത്തക്കാളി ചീരൻ്റെ കായാണ് കേട്ടോ. ഇത് കായല്ല, പഴയിക്കണ്. അപ്പോൾ ചീര പൊട്ടിക്കുമ്പോൾ 2 കായ വായിലിട്ടാലുള്ളൂ എനിക്കൊരു സമാധാനം കേട്ടോ. അങ്ങനെ അതും വായിലിട്ടോ. പിന്നെ തിരിച്ചു വരുന്ന വഴിക്ക് നമ്മൾ അവിടുത്തെ ഒരു താത്താൻ്റെ വീട്ടിൽ നിന്ന് കുറച്ച് മൈലാഞ്ചിയും കൂടി പൊട്ടിച്ചിട്ട് വന്നിട്ടോ. ഊരാ സമയമില്ലാത്തതുകൊണ്ട് ചെറിയ കൊമ്പ് കയ്യിൽ പൊട്ടിച്ചെടുത്തിട്ടാണ് വന്നത്. എൻ്റെ വീട്ടിൽ വന്ന ഉടനെ തന്നെ ഇലച്ചിയും പൊന്നൂസും കൂടിയിട്ട് ഇലയൊക്കെ നുള്ളിയെടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇലയൊക്കെ നുള്ളിയെടുത്തതിന് ശേഷം പിന്നെ ഒരു സാമ്പാറും വെച്ചു, ചീര ഉപ്പേരിയും വെച്ചു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയുള്ള. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ വരാം കേട്ടോ.